വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് സീമാജി നായർ. നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് സീമാജി നായർ. നിരവധി സീരിയലുകളിലും സീമാജി നായർ അഭിനയിച്ചിട്ടുണ്ട്. നടി എന്നതിനു പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുമാണ് സീമാജി നായർ. ഇപ്പോഴത്തെ നടി ശ്രീവിദ്യയുടെ വീടിനെ കുറിച്ചുള്ള സീമയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. നവകേരള ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സീമാജി നായർ മനസ്സ് തുറന്നത്. ശ്രീവിദ്യയുടെ വീട് വൃത്തിയാക്കാൻ പോയതിനെ കുറിച്ചാണ് താരം സംസാരിക്കുന്നത്. ആ വാക്കുകളിലേക്ക്: വിദ്യാമ്മയെ ഞാൻ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. വിദ്യാമ്മയുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ പോയിരുന്നു. ഇത് ഞാനൊരു അഭിമുഖത്തിലും പറഞ്ഞിട്ടില്ല. ശ്രീ വിദ്യാമ്മ മരിച്ച ശേഷം അവരുടെ വീട് അടച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ ചുമതലക്കാർ എന്നെ വിളിച്ചു, അതൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടത്തെ മതിൽ പൊളിഞ്ഞു. അമ്മ നട്ടു വളർത്തിയ മരം വീണ് നശിച്ചുപോയി. ചുറ്റുവട്ടത്തുള്ളവർ അവിടെ നിന്നും രാത്രി ചിലങ്കയുടെ ശബ്ദം കേൾക്കാം, പ്രേതബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത്തരം റൂമറുകൾ പ്രചരിച്ചു തിരുവനന്തപുരത്തെ വീടിനെ കുറിച്ച്. അങ്ങനെ അശുഭമായ ടോക്കുകൾ വന്നപ്പോൾ അത് നോക്കിയിരുന്നവർ എന്നെ ബന്ധപ്പെട്ടു. ഒരു വർഷമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അരക്കുപോലെയായിരുന്നു അവിടെ ചെളി ഉണ്ടായിരുന്നത്. അത്രയും കാലം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നല്ലോ. അതൊക്കെ ഉരച്ച് തേച്ച് കഴുകി 2-3 പേർ കുത്തിയിരുന്ന് ഉരച്ച് തേച്ച് കഴുകുകയായിരുന്നു. മൊത്തം വൃത്തിയാക്കി. സ്വത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കബോർഡുകളൊക്കെ പൂട്ടൊന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അടുത്തു നിന്നും ആശാരിയെ വിളിച്ച് പൂട്ടൊക്കെ വെച്ചു. എല്ലാ ദിവസവും വീട് തുറക്കണമെന്നും തുളസിത്തറയിൽ വിളക്ക് വെക്കണമെന്നും എന്നൊരാളെ ഏൽപ്പിച്ചു. ഇനി നാട്ടുകാർ നോക്കുമ്പോൾ ചിലങ്കയുടെയും കുറുവടിയുടെയും ഒന്നും ശബ്ദവും കേൾക്കാൻ പാടില്ല. വർഷങ്ങളോളം ആ കുട്ടി അവിടെ എല്ലാ ദിവസവും അവിടെ തൂത്തുവാരി വിളക്ക് വെക്കുമായിരുന്നു. ഇപ്പോൾ നടി അഞ്ജിതയാണ് നോക്കുന്നത്. അന്തരിച്ച നടി ശരണ്യയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു സീമാജി നായർക്കുണ്ടായിരുന്നത്. ശരണ്യയുടെ രോഗകാലത്ത് കൂട്ടായി സീമയുണ്ടായിരുന്നു. മരണം വരെ ശരണ്യയ്ക്കൊപ്പം തന്നെയായിരുന്നു സീമ. പിന്നീട് തന്റെ വീടിന് ശരണ്യ പേരിട്ടതിൽ പോലും സീമയുമായുള്ള സ്നേഹത്തിന്റെ അടയാളമുണ്ടായിരുന്നു. ശരണ്യയുമായുള്ള ബന്ധത്തിന്റെ തുടക്കത്തെക്കുറിച്ചും സീമ സംസാരിക്കുന്നുണ്ട്. സംഘടനയുടെ ഭാരവാഹിയായിരുന്ന സമയത്താണ് ശരണ്യയ്ക്ക് അസുഖമാണെന്ന് അറിയുന്നത്. അത്ഭുതവും വിഷമവും തോന്നി. അങ്ങനെ ഒരു വലിയ ടെഡിബിയർ ഒക്കെ വാങ്ങി അവളെ കാണാൻ പോയി. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവളായിരുന്നു ആ വീടിന്റെ അത്താണിയെന്ന്. അന്ന് തുടങ്ങി അറിഞ്ഞോ അറിയാതെയോ എന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന ബന്ധമാണ്. അവളെ ചിതയിലേക്ക് വെക്കുന്നത് വരെയും ഇപ്പോൾ എന്റെ നെഞ്ചിലുള്ള ശരണ്യയും ഞാൻ അന്ന് നെഞ്ചിലേറ്റിയതാണെന്നാണ് താരം പറയുന്നത്. അടുത്തിടെ നടി ബീന കുമ്പളങ്ങിക്കും സഹായവുമായി സീമാജി നായർ എത്തിയിരുന്നു. സഹോദരിയുടെയും സഹോദരി ഭർത്താവിന്റെയും ക്രൂരതകൾക്കിരയായി കഴിഞ്ഞിരുന്ന ബീനയെ ജനസേവ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ മുന്നിട്ടിറങ്ങിയത് സീമയായിരുന്നു. ചേച്ചി വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്നാണ് സീമ മാധ്യമങ്ങളോട് പറഞ്ഞത്. കുറച്ച് ദിവസങ്ങളായി ചേച്ചി ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കയറി ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ചേച്ചി വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ ഇടപെടുന്നത്. താൻ രക്ഷാധികാരി കൂടിയായ ജനസേവ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റുകയാണ്. അവിടെയുള്ളവർ നടിയെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചു വന്നിട്ടുണ്ട്. ഇനിയുള്ള ബാക്കി ജീവിതം വളരെ സമാധാനത്തോടെ ചേച്ചിക്ക് അവിടെ കഴിയാമെന്നും സീമാജി നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പിന്നാലെ സീമയെ അഭിനന്ദിച്ച് നിരവധി പേരായിരുന്നു രംഗത്തെത്തിയിരുന്നത്.